Hi friends, welcome back to our channel. 6th class Mathematics Annual Evaluation 2022-23 question പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. Then ആദ്യത്തെ ആക്ടിവിറ്റി നമ്പർ 1, the income of James for a week is given below. അപ്പോൾ ജെയിംസിൻ്റെ ഒരു വീക്കിലത്തെ ഇൻകം ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇൻകം അപ്പുറത്തെ കോളത്തിലും കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ ഇൻകം ഓഫ് ജെയിംസ് ഇൻ ദ വീക്ക്? അപ്പോൾ ഈ വീക്കിൽ ജെയിംസിന് കിട്ടിയ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? അപ്പോൾ അത് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? സൺഡേത്തെയും മൺഡേത്തെയും ട്യൂസ്ഡേത്തെയും വെനസ്ഡേത്തെയും തേഴ്സ്ഡേത്തെയും ഫ്രൈഡേത്തെയും സാറ്റർഡേത്തെയും എമൗണ്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 7000 കിട്ടും, 7000. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ഹിസ് ആവറേജ് ഇൻകം ഫോർ എ ഡേ? അപ്പോൾ ഫുള്ളൊരു മാസം ഒരു ആഴ്ചയിൽ 7000 ആണെങ്കിൽ ആവറേജ് ജെയിംസിന് ഒരു ദിവസം എത്ര രൂപയാണ് കിട്ടുക? അപ്പോൾ അത് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 7000നെ 7 കൊണ്ട് 7 ദിവസങ്ങളാണുള്ളത്. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1000. ഓക്കെ. ഈ നെക്സ്റ്റ്, ഹൗ മച്ച് ഈസ് ഹിസ് ആവറേജ് ഇൻകം ഫോർ എ ഡേ? അത് നമ്മൾ ചെയ്തു. ഈ നെക്സ്റ്റ് എന്താ? വിച്ച് ആർ ദ 3 days ഓൺ വിച്ച് ദ ആവറേജ് ഇൻകം ഈസ് ₹1200. അപ്പോൾ 1200 ആവറേജ് വരുന്ന ദിവസങ്ങൾ 3 ദിവസങ്ങൾ ഏതൊക്കെയാണ്? സൺഡേ, അതുപോലെ തന്നെ വെനസ്ഡേ, അതുപോലെ തന്നെ ഫ്രൈഡേ. സൺഡേ അതുപോലെ തന്നെ വെനസ്ഡേ, ഫ്രൈഡേ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആ സി ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ അത് നോക്കുക. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 2 നമുക്ക് നോക്കി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 2, അക്വാറിയം. An aquarium is in the shape of a rectangular box. Its inner length is 80 centimeters, breadth 60 centimeters and height 50 centimeter. അപ്പോൾ ഒരു അക്വാറിയം ഉണ്ട്, അതിൻ്റെ ഷേപ്പ് റെക്ടാങ്കുലർ ബോക്സിൻ്റെ ഷേപ്പാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്ററും ദെൻ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്ററും ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ അക്വാറിയം ഇൻ ക്യൂബിക് സെൻറ്റിമീറ്റർ? ക്യൂബിക് സെൻറ്റിമീറ്ററിൽ ഇതിൻ്റെ കപ്പാസിറ്റി എത്രയായിരിക്കും? അപ്പോൾ കപ്പാസിറ്റി കാണാൻ വോളിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതായത് 18 × 16 × 15 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 24 1s 10s 100 1000 10,000 lakh 2,40,000 rupee 40,000 സെൻറ്റിമീറ്റർ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 2,40,000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഈ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ അക്വാറിയം ഇൻ ലിറ്റേഴ്സ്? അപ്പോൾ ലിറ്റേഴ്സിൽ എത്രയായിരിക്കും? അപ്പോൾ അത് കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? 2,40,000 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. അപ്പോൾ നമുക്ക് ലിറ്റേഴ്സ് കിട്ടും, അതായത് 240 liters. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ ആണ്. If the aquarium contains 144 liters of water, what will be the height of the water level in centimeter? അപ്പോൾ അക്വാറിയത്തിൽ 144 ലിറ്റേഴ്സ് ഓഫ് വെള്ളം ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ ഇൻ സെൻറ്റിമീറ്റർ? അതായത് 80 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു 60 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 144 ഇൻറ്റു ലിറ്റർ, അതായത് 1000. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടും. H ഈസ് ഈക്വൽ ടു 29.1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3 വർക്ക്ഷോപ്പ്. അപ്പോൾ ആക്ടിവിറ്റി 3 നോക്കാം. 600 സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഡിസ്ട്രിക്ട് ലെവൽ ക്രിയേറ്റീവ് workshop conducted by Vidyarangan Kala Sahityavedi in Anand School. The details are given below. അപ്പോൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 600 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ നോക്കി നോക്കാം. പോയം റൈറ്റിംഗ് 25% ഓഫ് ദ സ്റ്റുഡൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറി റൈറ്റിംഗ് 35, ഡ്രോയിങ് 30, ദെൻ എസ്സേ റൈറ്റിംഗ് തന്നിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എസ്സേ റൈറ്റിങ്ങിൻ്റെ പെർസെൻറ്റേജ് എഴുതി നോക്കാം. അപ്പോൾ പോം റൈറ്റിംഗ് 25, 35, 13. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടുക, ദെൻ 100 നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ. ടോട്ടൽ പെർസെൻറ്റേജ് 100 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
25 പ്ലസ് 35 പ്ലസ് 30 ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് 90 എന്ന് കിട്ടും. ദെൻ അത് 100ൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ എസ്സേ റൈറ്റിംഗ് എത്രയായിരിക്കും? 10% ആയിരിക്കും, 10%. ഓക്കെ, ഇത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ എസ്സേ റൈറ്റിംഗ്. നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചു, 10 ആണ്, 10%. ദെൻ ബി ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ പോം റൈറ്റിംഗ്. അപ്പോൾ പോം റൈറ്റിങ്ങിൽ എത്ര സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? ടോട്ടൽ 600 ആണ് നമുക്കറിയാം, 25% ആണെന്നും അറിയാം. അപ്പോൾ 600 × 25/100 ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ 150 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ നോക്കാം. Among the participants, 180 are in 6th standard. What is the percentage of 6th standard students? അപ്പോൾ എന്താണ് ഈ ഇതിൽ 180 കുട്ടികൾ 6ാം ക്ലാസ്സിലത്തെയാണ്. അങ്ങനെയാണെങ്കിൽ അതിലത്തെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? അപ്പോൾ അത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? 600 കുട്ടികളാണ് ടോട്ടൽ. അപ്പോൾ 600 × %/100 ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 180 തന്നിട്ടുണ്ട്. 600 × %/100 ഈസ് ഈക്വൽ ടു 180. അപ്പോൾ അതിൽ നിന്ന് പെർസെൻറ്റേജ് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ 180ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 100 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? × 100 വരും. ദെൻ 600 ബൈ ആവും ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമുക്ക് പെർസെൻറ്റേജ് എത്ര കിട്ടും? പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 30% എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 4, ലെറ്റ്സ് ഫൈൻഡ് ദ ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാനാണ്. 36 ഈസ് റിട്ടൺ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. 36 ഈസ് ഈക്വൽ ടു 2 × 2 × 3 × 3. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 36. അങ്ങനെയാണെങ്കിൽ 36ൻ്റെ ഫാക്ടേഴ്സ് എത്രയായിരിക്കും? നമുക്ക് നോക്കാം. 1 × 36 36 ആണ്. 2 × 18 36 കിട്ടും. 3 × 12 36. 4 × 9 36. 6 × 6 36. അങ്ങനെയാണെങ്കിൽ ഫാക്ടേഴ്സ് ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി, 4 കിട്ടി, 6 കിട്ടി, 12 കിട്ടി, 18 കിട്ടി, 36 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഫാക്ടേഴ്സ് എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 144 ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം numbers and write all the factors. അപ്പോൾ ആദ്യം ഇതുപോലെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സിൽ എഴുതാം. ദെൻ അതിന് ശേഷം അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതാം. അപ്പോൾ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് കൂട്ടുകാരെ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫാക്ടേഴ്സ് ഇത് കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? 1, 2, 3, 4, 6, 8, 9, 12, 16, 18, 24, 36, 48, 72, 144. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫാക്ടേഴ്സ് എഴുതേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി 5. ദെൻ അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5, ലെറ്റ്സ് ഫൈൻഡ് ദ ഹൈറ്റ്. ഹൈറ്റ് ഫൈൻഡ് ചെയ്യാണ്. ദ ടേബിൾ ഗിവൻ ബിലോ ഷോസ് ദ ഹൈറ്റ് ഓഫ് 5 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 6. അപ്പോൾ ക്ലാസ് 6ൽ 5 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നമുക്ക് നോക്കാം, ഹൂ ഈസ് ദ ടോളസ്റ്റ് അമംഗ് ദ സ്റ്റുഡൻസ്. അപ്പോൾ ഈ സ്റ്റുഡൻസിൽ ടോളസ്റ്റ് ആരാണ്? അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ആരാണ്. സജിയാണ്, 1.40. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഹൈ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോളസ്റ്റ് ആൻഡ് ദ ഷോർട്ടസ്റ്റ്. അപ്പോൾ ടോളസ്റ്റും ഷോർട്ടസ്റ്റും തമ്മിലുള്ള ഹൈ ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ ടോളസ്റ്റ് നമുക്കറിയാം സജിയാണ്. ദെൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഷോർട്ടസ്റ്റ് ഷംനയാണ്. അപ്പോൾ സജിയും ഷംനയും കൂടി മൈനസ് ചെയ്യുക. അതായത് 1.40 മൈനസ് 1.04 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 0.36 മീറ്റർ. ഇനി അറേഞ്ച് ദ ഹൈറ്റ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ, അതായത് ചെറുതീന്ന് വലുതീക്ക് എഴുതാം. അപ്പോൾ ആദ്യം ഏത് വരും? 1.04 വരും. ദെൻ അത് കഴിഞ്ഞാൽ ഫാത്തിമയുടെ 1.06 വരും. ദെൻ അത് കഴിഞ്ഞാൽ അനുവിൻ്റെ 1.16 വരും. ദെൻ അത് കഴിഞ്ഞാൽ 1.27 ബേബിയുടെ 1.27 വരും. ദെൻ ലാസ്റ്റ് വൺ സജിയുടെ 1.40 വരും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 6. Then activity 6 നമുക്ക് നോക്കാം. The table given shows the triangle made by arrows using matchsticks. അപ്പോൾ അത് നോക്കാം. നമ്പർ ഓഫ് ട്രയാങ്കിൾസ്, നമ്പർ ഓഫ് മാച്ച്സ്റ്റിക്സ്, ട്രയാങ്കിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ നാലാമത്തെ എത്ര വരും? 4 നമ്പർ ഓഫ് മാച്ച്സ്റ്റിക്ക് 9 എന്ന് വരും. ദെൻ 5 എത്ര വരും? 11 എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിൻ്റെ ഫിഗർ കൂട്ടുകാർ അവിടെ വരയ്ക്കണം.
അപ്പോൾ അത് മേലത്തെ ഫിഗറൊക്കെ നോക്കിയിട്ട് വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ആൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾ. നമ്പർ ഓഫ് ട്രയാങ്കിളും നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്കും തമ്മിലുള്ള റിലേഷൻ എഴുതാം. അപ്പോൾ നമുക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കത് എത്ര കിട്ടും? 2 ഇൻറ്റു നമ്പർ ഓഫ് ട്രയാങ്കിൾസ് പ്ലസ് 1 ആണ് എന്ത്? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ്. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു നമ്പർ ഓഫ് ട്രയാങ്കിൾസ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ്. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾ ഈസ് T and the number of matchstick is S, then write the relation using T and S. ടിയും എസും യൂസ് ചെയ്തിട്ട് റിലേഷൻ എഴുതാൻ. അപ്പോൾ റിലേഷൻ എഴുതുമ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു നമ്പർ ഓഫ് ട്രയാങ്കിൾ ടി ആണ്. 2 ഇൻറ്റു ടി പ്ലസ് 1 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ്. അതായത് 2 ഇൻറ്റു ടി പ്ലസ് 1 ഈസ് ഈക്വൽ ടു എസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 7. ദെൻ ആക്ടിവിറ്റി 7 എന്താ? ലെറ്റ്സ് ഫൈൻഡ് ദ ആംഗിൾസ്. ആംഗിൾസ് ഫൈൻഡ് ചെയ്യാനാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫിഗർ നോക്കുക, ദെൻ ആൻസർ ചെയ്യാൻ. റൈറ്റ് ദ ആംഗിൾസ് ഹാവിങ് ദ സെയിം മെഷർ ഓഫ് ആംഗിൾ എ ബി ഡി. അപ്പോൾ എ നോക്കുക, ബി നോക്കുക, ഡി നോക്കുക. ദെൻ അതിന് സെയിം ആയി വരുന്ന വേറെ ആംഗിൾ ഏതാണ്? അപ്പോൾ ഏതാണ്? സി ബി എഫ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് സി ബി എഫ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ആംഗിൾ വിച്ച് ഈസ് ലീനിയർ പെയർ വിത്ത് എ ബി ഡി. എ ബി ഡിയുമായി ലീനിയർ വരുന്നത് ഏതാണ്? ആംഗിൾ സി ബി ഡി. സിമ്പിളാണ്. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ ഡി ബി സി. ഡി ബി സി എത്ര വരിക? ഡി ബി സി 180 മൈനസ് 55 ആണ്. ചെയ്ത് നോക്കിയാൽ നമുക്ക് 125 കിട്ടും. ദെൻ സി ബി എഫ്. സി നോക്കുക, ബി നോക്കുക, എഫ് നോക്കുക. അപ്പോൾ നമുക്ക് ചെയ്താൽ എത്ര കിട്ടും? 55. അതുപോലെ തന്നെ എ ബി ഇയും എത്രയാണ്? 55 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദെൻ അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 8. Then activity 8, my favorite. Details of the favorite games of the children in the Isha school are given below. Observe the pictures and answer the following questions. Which game is equally liked by boys and girls? അപ്പോൾ ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഗെയിം ഏതാണ്? അപ്പോൾ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഏതാണ്? ഹോക്കി. ഹൗ മെനി ഗേൾസ് ലൈക്ക് ബാഡ്മിൻ്റൺ? അപ്പോൾ ബാഡ്മിൻ്റൺ ഇഷ്ടപ്പെടുന്ന ഗേൾസ് എത്രയാണ്? 50. ദെൻ ഹൗ മെനി ബോയ്സ് ലൈക്ക് ഫുട്ബോൾ? ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ബോയ്സ് എത്രയാണ്? 70. ഹൗ മെനി മോർ ചിൽഡ്രൻസ് ലൈക്ക് ക്രിക്കറ്റ് ദെൻ ഹോക്കി? അപ്പോൾ ക്രിക്കറ്റിനേക്കാൾ ഹോക്കി എത്ര കുട്ടികളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? എത്രയാണ്? 5 മോർ. എത്രയാണ്? 5 മോർ. അപ്പോൾ സിമ്പിളാണ്. ഗ്രാഫ് നോക്കി നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.